കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായി ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ചിരിക്കുകയാണ്. മാസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടുകളിൽ ED അഥവാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്തിമമായൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെയുള്ള അന്വേഷണം വെറുമൊരു ഫയലിൽ നിന്ന് മാറി ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, ബംഗളൂരു എന്നിവിടങ്ങളിൽ ED സംഘം ഒരേ സമയം 10 കേന്ദ്രങ്ങളിലായി നടത്തിയ മിന്നൽ പരിശോധനകൾ കേരളത്തെ ഞെട്ടിച്ചു. പിണറായി വിജയൻ്റെ വസതി, മുഹമ്മദ് റിയാസിൻ്റെ മാതാപിതാക്കളുടെ വീട്, CMRL ഓഫീസുകളിൽ എന്നിവിടങ്ങളിൽ ഉദ്യോഗസ്ഥർ തമ്പടിച്ചു. റെയ്ഡിൻ്റെ ഒടുവിൽ പുറത്തു വന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. വീണ വിജയൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചു. ഏകദേശം 8.36 കോടി രൂപയാണ് ഇതുവഴി തടഞ്ഞു വെച്ചിരിക്കുന്നത്. നേരത്തെ പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത സ്ഥിര നിക്ഷേപ രേഖകളുടെ പിൻബലത്തിലാണ് ഈ നിർണായക നടപടി. എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് CMRL എന്ന കമ്പനി സേവനങ്ങൾ നൽകാതെ വൻ തുക കൈമാറിയെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇതിന് പിന്നാലെയാണ് കേരള രാഷ്ട്രീയത്തിൽ ശരിക്കും ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. CPIMൻ്റെ നേതാക്കൾ ഒരേ സ്വരത്തിൽ റെയ്ഡുകളെ ചോദ്യം ചെയ്തു. ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ന്യായീകരിച്ചു. നിയന്ത്രിക്കാനാവാത്ത ഒരു ചെറിയ പ്രതികരണം മാത്രമാണ് അവിടെ ഉണ്ടായത്. VD സതീശൻ കണ്ടോൺമെൻറ് ഹൗസ് ഒഴിയാത്തത് EDക്ക് സുഗമമായ വഴിയൊരുക്കാൻ വേണ്ടിയാണെന്നാണ് M സ്വരാജ് പറഞ്ഞത്. സ്വരാജ് അവിടം കൊണ്ടും നിർത്തിയില്ല, കുറച്ചധികം കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിന്നെ എന്തേ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറാത്തത്? അങ്ങനെ മാറിയാൽ കണ്ടോൺമെൻറ് ഹൗസ് ഒഴിയേണ്ടി വരും. അങ്ങനെ ഒഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് സ്വാഭാവികമായും കണ്ടോൺമെൻറ് ഹൗസ് അനുവദിക്കും. കണ്ടോൺമെൻറ് ഹൗസ് ഒഴിഞ്ഞു കൊടുക്കാതെ കുറച്ചുനാൾ കൂടി മാറി നിൽക്കുന്നു എന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ അന്വേഷണ ഏജൻസികൾക്ക് നാടകം കളിക്കാനുള്ള പ്രതീതി സൃഷ്ടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് VD സതീശൻ ചെയ്യുന്നത്. EDയെ ആരും ആക്രമിച്ചിട്ടില്ല. അക്രമം ഇങ്ങനെയല്ല ഞങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതൊരു അക്രമമേ അല്ല. ഇതാണ് സ്വരാജ് പറഞ്ഞത്. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോഴുള്ള ജനരോഷം ഓർമ്മിപ്പിച്ചുകൊണ്ട് EP ജയരാജൻ രംഗത്തെത്തി. ഇത് കോൺഗ്രസ് BJP ഡീലാണെന്ന് ആരോപിച്ച CN മോഹനൻ രാഹുൽ ഗാന്ധിയെയും പിണറായി വിജയനും തമ്മിൽ താരതമ്യം പോലും ചെയ്യാൻ പാടില്ല എന്ന് കടുപ്പിച്ച് പറഞ്ഞു. ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ പ്രതിഷേധങ്ങളെ സ്വാഭാവിക പ്രതികരണം എന്നാണ് V ശിവൻകുട്ടി വിശേഷിപ്പിച്ചത്. നിയമത്തിൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ വീണ വിജയൻ എന്ന പേര് ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായി മാറി നിൽക്കുകയാണ്. മറുവശത്ത് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ വിമർശനങ്ങളും CPIMൻ്റെ പ്രതിരോധവും. ഈ കേസ് ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത്? സത്യം എന്തെങ്കിലും പുറത്തു വരുമോ? അതോ ഇത് വെറും ഒരു രാഷ്ട്രീയ നാടകമായി അവസാനിക്കുമോ? ഇതാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന കാര്യം. എന്തായാലും ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഈ ന്യായീകരണ രീതി ഇത് CPIMൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയൊക്കെ വന്ന് ആകെ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയാണ്. അതിനിടയ്ക്ക് കിട്ടിയൊരു കച്ചിത്തിരുമ്പ് തന്നെയാണ് CPIMന് ഈ റെയ്ഡും അതിനെ ചൊല്ലിയുള്ള മറ്റ് പ്രശ്നങ്ങളും. കുറച്ചുനാൾ ഇതിട്ടൊന്ന് കൊഴുപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ CPIMൻ്റെ നേതാക്കളുടെ പ്രധാന ഹോബി.